മേഖലയുടെ വളർച്ച നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ ഇന്നത്തെ ഹോം സ്റ്റേ സംരംഭങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സർവീസ് വില്ലകളും മറ്റ് ഫാം ഹൗസുകളും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. In today's episode of Matrix, we are featuring a serviced villa which is constructed completely out of wood. എറണാകുളം സിറ്റിയുടെ ഹാർട്ട് പോയിൻ്റായ വൈച്ചിലയിൽ നിന്നൊരു 2 കിലോമീറ്റർ മാറിയാണ് ഈ മുഴുവൻ തടിയിൽ തീർത്ത സർവീസ്ഡ് വില്ല. ഈ ഒഴുകുന്നത് കണിയാമ്പുഴയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കിട്ടിയിരിക്കുന്ന ഒരു വഞ്ചിയാണ്. ലെറ്റ്സ് എൻജോയ് ദിസ് റൈഡ്. ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സർവീസ്ഡ് വില്ല. ഇത് ഫുൾ അങ്ങോട്ട് നോക്കുമ്പോൾ മൊത്തം ഗ്രീനറിയാണ്. ആ ഇലയും പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈവൻ രാത്രിയിലാകുമ്പോൾ ആ ലൈറ്റ്സ് ഒക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. ഭാഗവും കായലാലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻവശത്തൂടെയാണ് ദേശീയ ജലപാതയും ഉള്ളത്. ഈ വീട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ പുറകിലുള്ള റോഡ് മാർഗം ഉപയോഗിക്കാം, അതുപോലെ തന്നെ മുൻപിലുള്ള ബോട്ട് മാർഗം വഴി ഇതിലെത്തിച്ചേരാം. ഇനി വീടിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് വരാം. 13 അടിയുള്ള 24 പില്ലറിലാണ് ഈ വുഡ് ഹൗസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കായൽ പ്രദേശം ആയത് കാരണം തന്നെ റിങ് ഇറക്കി സാൻഡ് പൈലിങ്ങിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല. അതൊരു ഓപ്പൺ ഏരിയ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ ഈ സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീടിന് ചുറ്റും പടർത്തിയിട്ടിരിക്കുന്ന ഈ വള്ളിച്ചെടികൾ ഇതിനൊരു ഗ്രീൻ ഹൗസ് ലുക്ക് കൊടുക്കാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ചൂട് കുറയാനും ഉള്ള അങ്ങനെ ഒരു മാർഗമായിട്ടും ഇത് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഈ വുഡൻ ഹൗസിൻ്റെ ലിവിങ് റൂമിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ വുഡൻ ഹൗസ് കംപ്ലീറ്റ്ലി വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇത് മൊത്തം വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഗ്ലാസിൻ്റെ എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഈവൻ കർട്ടൻസ് പോലും യൂസ് ചെയ്യാതെയാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാലും പുറത്തെ ആ ഗ്രീനറി ആസ്വദിക്കാനും അതുപോലെ തന്നെ കായലോരം അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ ലിവിങ് റൂമിലിരുന്ന് പോലും പറ്റും. ഫർണിച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ വുഡിൻ്റെ ഷെയ്ഡിൽ നിന്ന് മാറി ഇത്തിരി ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ വുഡിൻ്റെ ഫർണിച്ചേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ ലൈറ്റിങ് പോലും ഇതിനോട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ആംബിയൻസിനോട് ഭയങ്കരമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന രീതിയിലാണ് മൊത്തം ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 6 സീറ്റഡ് ഡൈനിങ് ടേബിളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സ്പേസ് ഉണ്ട്. കുഞ്ഞു വീടാണെന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫുഡ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് TV കാണാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ഏരിയ ഇതിനോട് ചേർന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫുഡ് നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ തന്നെ വളരെ സുഖമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കും. ഇതിൻ്റെ റൂഫിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്
സാധാരണ നേരെയുള്ള റൂഫിംഗ് അല്ല, ഇത് കോൺ ഷേപ്പിൽ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ റൂഫിംഗ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ കൂടുതലായിട്ട് നടക്കും. ഇതിൻ്റെ നേരത്തെ ലിവിങ് റൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് ഏരിയയിലും കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നേരെ നമ്മൾ നേച്ചറായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളൊരു വീടാണെന്ന് തന്നെ പറയാം. സാധാരണ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഒരു ഫൗണ്ടേഷൻ പിന്നെ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു ബേസ്മെൻറ്റ് മാത്രം മതി നമുക്ക്. അതിൻ്റെ മുകളിലാണ് ഈ വുഡ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. കൺസ്ട്രക്ഷൻ തുടങ്ങുകയെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള നട്ടും ബോൾട്ടും നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റിലേക്ക് നട്ട് ചെയ്യുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് തന്നെ ടങ് ആൻഡ് ഗ്രൂ മെത്തേഡാണിത്. അപ്പോൾ ഒരു പീസ് വേറൊരു പീസിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക, ഇരുന്നിട്ട് പിന്നെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരെണ്ണം വെച്ചതിന് ശേഷമാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുറിയായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വീടായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു വീട് ഒരേപോലെ ഇങ്ങനെ പണിത് കയറി പോവുക. അപ്പോൾ ഇത് മോളിൽ വരെ എത്തുന്നിടം വരെ മോളിനെ നമുക്ക് തിരിച്ച് ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് അത്ര സ്ട്രോങ് ആണത് ഈ വീട്. അതിപ്പോൾ ഈ സർവീസ് വില്ല നടത്തുന്നതോടൊപ്പം തന്നെ ഒരു വുഡ് ഹൗസ് കൺസ്ട്രക്ഷൻ ബിസിനസ്സും കൂടെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം റീച്ച് വരുന്നുണ്ട്? ഇതിപ്പോൾ ഞാൻ 4 വർഷമായി ഈ വീട് വെച്ചിട്ട്. ഇനിഷ്യൽ സ്റ്റേജുകളിൽ ഒരു വർഷം 1.5 വർഷത്തേക്ക് അങ്ങനെ വലിയ ഓർഡറൊന്നും എനിക്ക് കിട്ടിയില്ല. 1.5 വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾ കുറേ ഓർഡറുകൾ ഒരു 8-9 പ്രോജക്റ്റുകൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാർ ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയനാട് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. നെക്സ്റ്റ് മന്തിൽ ഒരു ബിഗ് പ്രോജക്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഊട്ടിയിൽ നല്ലൊരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ഇപ്പം കഴിഞ്ഞു വുഡ് ഹൗസിൽ. അതും ഈ പറഞ്ഞ നല്ല തണുപ്പ് ക്ലൈമറ്റിനെ വിസ്റ്റാൻഡ് ചെയ്യാവുന്ന രീതിയിലൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കഴിഞ്ഞു. ഇപ്പം കൂടുതൽ റിക്വയർമെൻറ്റ് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 5 വർഷം ആയപ്പോഴത്തേക്കിന് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് സിറ്റുവേഷനിലും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പം കൂടുതലായിട്ട് ഇപ്പം പുറത്ത് എബ്രോഡിൽ നിന്നാണ് ഇപ്പം കൂടുതൽ ഓർഡറുകൾ വരുന്നത്. ഇപ്പം ഞങ്ങൾ കേരളത്തിനേക്കാൾ കൂടുതൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്ന ഇപ്പം ഗൾഫ് കൺട്രീസുകളിൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഏരിയയിലാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രൊജക്ഷൻ ഇപ്പം നെക്സ്റ്റ് ഞങ്ങളുടെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞ് പിന്നെ ഈജിപ്ത് അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് നേരെ ഞാൻ ത്രൂ തന്നെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ബിസിനസ്. ഇത് കനേഡിയൻ പൈൻവുഡിൻ്റെ പീസസാണ്. ഈ പീസ് തന്നെ വളരെ ലോങ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് റെഡിയാക്കിയാണ് വരിക. ഇത് വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ ഇരിക്കും, ഒരു പ്രൊജക്ഷൻ ഈ രീതിയിലും ഇരിക്കും. അപ്പം ടങ് ആൻഡ് ഗ്രൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇത് ഇങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ലോങ് പീസ്. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പീസ് അവിടെ പുറകിൽ നിന്നുള്ള പീസ് അതിൻ്റെ മുകളിലിടുക. അങ്ങനെ ഒന്ന് വെച്ച് അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് ഇതിന് ഇത്രയധികം ബലം വരുന്നത് ഇത്. അപ്പോൾ ഇതിന് നമുക്ക് സാധാരണ കൺസ്ട്രക്ഷൻ്റെ അതുപോലെ തന്നെ അത്രയധികം ബലമുണ്ട് ഇത്. ഈ വുഡൻ ഹൗസിൽ 2 ബെഡ്റൂംസാണ് ഉള്ളത്. അത് നമ്മൾ കംപ്ലീറ്റ് വുഡാണെന്ന് പറഞ്ഞ പോലെ എല്ലാം ഇതിൻ്റെ ഡോർസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ അതിനോട് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 2 റൂംസിനും ബാത്റൂംസ് അറ്റാച്ച്ഡാണ്. ഇതിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ എൻവയൺമെൻ്റ് ആണ്. ഇതിന് റൂംസിന് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് കർട്ടൻസ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അത് കർട്ടൻസ് വൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വുഡായിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു എലമെൻറ്റിൽ സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാർഡ്രോബ്സ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഡ്രസ്സിങ് ടേബിൾ വിത്ത് മിറർ. ഈവൻ റൂമിൻ്റെ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാം മൂഡിലേക്ക് വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിന് പ്രത്യേക തരം ലൈറ്റ് ഉണ്ട്. അതല്ലാതെ ഒരു ബ്രൈറ്റ് ഫീലിംഗ് വേണമെങ്കിൽ അങ്ങനെയും ലൈറ്റ്സ് ഉണ്ട്.
പണ്ട് കാലത്ത് വുഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്ന് വെച്ചാൽ വുഡിൻ്റെ കോസ്റ്റ്, പിന്നെ അത് പണിയാനുള്ള ചിലവുകൾ, ഇതൊക്കെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കനേഡിയൻ പൈൻവുഡ് കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, ചൈനയിൽ ഇതിന് ഭയങ്കര നല്ലതായൊരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ നമുക്ക് ഒരു 15 days കൊണ്ട് നമുക്കൊരു നല്ലൊരു 1500 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമുക്ക് പണിത് തീർക്കാൻ പറ്റും. ഈ വീടിന് വുഡ് ഹൗസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺക്രീറ്റ് വീടാകുമ്പോഴത്തേക്കിന് ഈ കോൺക്രീറ്റിൻ്റെ അകത്തുനിന്ന് പറഞ്ഞാൽ എല്ലാം വേസ്റ്റ് കൊണ്ടൊക്കെയാണ് നമുക്കിത് വീട് പണിയുന്നത്. ഒന്നെങ്കിൽ ഇപ്പം നമുക്ക് നല്ലതായ മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ല, എല്ലാം ഓരോന്നിൻ്റെ വേസ്റ്റ് കൊണ്ട് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് മുഴുവൻ കാർബൺ ആണ് പുറത്തേക്ക് വരിക. പക്ഷേ ഒരു വുഡ് ഹൗസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഓക്സിജനാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വുഡ് ഹൗസിൽ നമ്മളൊരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗിൽ നമ്മൾ ഭയങ്കര ഫ്രഷായിരിക്കും. ഒരു കോൺക്രീറ്റ് ഹൗസിൽ AC ക്കകത്തേക്ക് ഇട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫ്രഷ് ആവില്ല, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും രാവിലെയൊക്കെ. പക്ഷേ ഈ വുഡ് ഹൗസിൽ ഇപ്പം ഞങ്ങളിവിടെ താമസിച്ച പലരെയും ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാവരും ഒരു 5 മണി 6 മണി ആകുമ്പം ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതാണ് സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ അവരുടെ ഉറക്കം, അവരുടെ ഫ്രഷ്നെസ് വളരെ വേഗം അവരുടെ ക്ഷീണം അവർക്ക് മാറ്റാൻ പറ്റുന്നു വുഡ് ഹൗസിൽ താമസിക്കുമ്പോൾ. ഈ വീടിൻ്റെ ചുറ്റുമുള്ള കായലോരത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ വരാന്ത സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് നടന്ന് കാണാനുള്ള ഒരു സൗകര്യം ഈ വീട്ടിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്ക് പറയുകയാണെങ്കിൽ ഫുൾ വുഡിലാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കും വുഡില്ല. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കരമായിട്ട് ചൂട് കുറഞ്ഞു കിട്ടും. ആക്ച്വലി വുഡ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ടെമ്പറേച്ചർ, തണുപ്പ് രാജ്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് വുഡ് ഹൗസ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ള ഈ ബാക്ക് വാട്ടറിൻ്റെ ഇവിടെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീട്. അപ്പോൾ ഇതിൽ ശരിക്കും ചൂട് കൂടേണ്ടതാണ്. ചൂട് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങളിതിൻ്റെ മുകളിലൊരു സീലിംഗ് ഉണ്ട്. സീലിംഗ് പോലെ തന്നെ ഡബിൾ വാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ കുറയുന്നുണ്ട് ഇവിടെ. പിന്നെ അത് സീലിംഗ് ഉണ്ട്. സീലിങ്ങിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ തടിയുടെ റൂഫുണ്ട്. റൂഫിൻ്റെ മുകളിൽ ബിറ്റുമിൻ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് ആയിട്ടിരിക്കുന്നത്. അപ്പം ബിറ്റുമിൻ ഷീറ്റ് ഇടുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വളരെയധികം മഴ പെയ്താൽ പോലും നമ്മുടെ വുഡിന് അതിൻ്റെ ഹ്യൂമിഡിറ്റിയോ അതിൻ്റെ ഈർപ്പമോ ഒന്നും വുഡിൽ വരില്ല. അപ്പോൾ വുഡിന് ഒരിക്കലും നശിക്കില്ല. പൊതുവേ ഈ വുഡിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 50 years ആണ്. വുഡൻ സർവീസ് വില്ല അല്ലെങ്കിൽ വുഡൻ ഹൗസസ് എന്നുള്ള ഒരു തീം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇവിടെ കേരളത്തിൽ എത്രത്തോളം ലാഭകരമാണ്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വുഡൻ ഹൗസ്, ഇത് ഞാനൊരു മാനുഫാക്ചറാണ് വുഡൻ ഹൗസിൻ്റെ. ഞാൻ ഒത്തിരി വില്ലാസും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു സാമ്പിൾ വില്ലയായിട്ട് ഞാൻ പണിതതാണിത്. അപ്പോൾ എനിക്കിത് ഇപ്പം ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യത അതുപോലെ തന്നെ ഉള്ളതിപ്പം ഈ ഹോം സ്റ്റേ, സർവീസ് വില്ല, ഈ സെക്ടറിലൊക്കെയാണ് ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അതിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തതന്നേ ഉള്ളൂ. അത്രയും സൗകര്യം. നമ്മൾ സാധാരണ ഈ ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ലകളൊക്കെ കണ്ടുവരുന്ന എറണാകുളത്തെ സ്ഥലം ഫോർട്ട് കൊച്ചി ഏരിയ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഒരു നല്ല വീട് പണിയാൻ തീരുമാനിച്ചു? ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലം തൊട്ട് ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ്. ആൾക്കാർ അവിടെ വരുന്നത്. അങ്ങനെ അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തു, വില്ലൊക്കെ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇപ്പം പുതിയ കാഴ്ചപ്പാട് നമുക്ക് ബാക്ക് വാട്ടറിനോടാണ് ഫോറിൻ ടൂറിസ്റ്റിന് വളരെ ഇഷ്ടം. അപ്പോൾ ആലപ്പുഴയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു നല്ല വിശാലമായൊരു ബാക്ക് വാട്ടറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് നമ്മളൊരു വില്ല പണിയുമ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. പിന്നെ ഇതിനെന്ന് വെച്ചാൽ ഇതൊരു ഹൈറേറ്റ് ചെയ്ത് പണിതിരിക്കുക. എന്ന് വെച്ചാൽ വാട്ടർ വ്യൂ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ സൈഡിലും എല്ലാ സൈഡിലും നമുക്ക് വാട്ടർ ഫീൽ ചെയ്യും. അപ്പം ഫോറിനേഴ്സൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ വളരെ ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സർവീസ് വില്ല ഒരു വുഡൻ കോൺസെപ്റ്റിൽ പണിത്? ഈ വുഡൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിനേഴ്സിന് പറയുകയാണെങ്കിൽ അവരുടെ ഓൾഡ് ഡേ ഹോംസൊക്കെ മിക്കവാറും വുഡൻ സ്ട്രക്ചറിലായിരിക്കും എന്നാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത്.
അപ്പം ഈ നമ്മുടെ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വാട്ടർ. അപ്പം ബാക്ക് വാട്ടർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു വീടും കൂടെ കൊടുക്കുമ്പോഴത്തേക്കിന് അവർക്ക് ഇതിനുള്ള താല്പര്യം കുറച്ചുകൂടെ കൂടും ഇവിടെ വന്ന് താമസിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ക്ലൈമറ്റ് വേരിയേഷൻ ഭയങ്കരമാണ്. ഇപ്പോൾ പെട്ടെന്നൊരു മഴ വന്ന് അപ്പോൾ തന്നെ പെട്ടെന്ന് ചൂടും വരാം. അപ്പോൾ ഈ വുഡ് എങ്ങനെ അതിനെ പ്രതിരോധിക്കുന്നു? ഇത് കനേഡിയൻ പൈൻവുഡാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ട്രീറ്റഡ് വുഡാണ്, കെമിക്കലി ട്രീറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ അകത്തൊരു ഓയിലുണ്ട്, ഈ പൈൻവുഡിൻ്റെ ഓയിലുള്ളത് കൊണ്ട് ഇതിൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെമിക്കലി ട്രീറ്റഡ് ആയതുകൊണ്ട് ഇത് ഫയർ റിട്ടാർഡൻറ്റും കൂടെയാണ്, തീ പിടിക്കത്തുമില്ല. പിന്നെ ഈ ക്ലൈമറ്റ് വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഈ വുഡ് ഹൗസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തണുപ്പ് നോർമലി നമ്മൾ അറിയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വുഡ് ഹൗസ് നോർമലി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിവിടെ നമ്മുടെ കേരള കാലാവസ്ഥയിൽ ഇവിടെ ഏറ്റവും ഹ്യൂമിഡിറ്റി ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഈ വുഡ് ഹൗസ് വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ 4 വർഷമായിട്ടും ഈ വീടിന് വലിയ ഒരു ചേഞ്ചസും തന്നെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായി ട്രീറ്റ് ചെയ്ത വുഡ് ആയതുകൊണ്ടാണ് ഇതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത്. ആക്ച്വലി നമുക്കിതിൻ്റെ പ്ലാൻ ആദ്യം കസ്റ്റമർ ഇത് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് ഈ പ്ലാൻ ആദ്യം കസ്റ്റമർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ പ്ലാന് ഫാക്ടറി കൊടുത്തിട്ട് ആ പ്ലാൻ അനുസരിച്ച് നമ്മളവിടെ പണി ചെയ്യുന്നു. പണിതിന് ശേഷം അത് നോക്ക് ഡൗൺ പൊസിഷനിൽ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് അസംബിൾ ചെയ്യുകയാണ്. ഈ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒരു 5 days 10 daysനുള്ളിൽ അസംബ്ലി കംപ്ലീറ്റ് തീരുകയും ചെയ്യും. പിന്നെ അതുപോലെ ഈ വീടാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സൈറ്റ് പറ്റത്തില്ല, നമുക്ക് വേറെ സൈറ്റിലാണ് ഇത് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ തൊട്ട് അതേപടി ഒരു സാധനം പോലും ലോസ് ആകാത്ത രീതിയിൽ നമുക്കത് വേറെ സ്ഥലത്ത് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്ക്സും സാധാരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേറൊരു കളർ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വർക്ക്സിൽ എങ്ങനെയാണ്? ഈ വുഡ് ഹൗസിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലംബിങ്ങും ഇലക്ട്രിക്കലും പിന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാം കൂടെ ഒരേപോലെയാണ് പോവുക. പിന്നെ ഈ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ക്യാപ്സ് അത് നമ്മൾ വുഡ് കൊണ്ട് തന്നെ കിട്ടും നമുക്ക്. അത് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തുകൂടെ നമ്മൾ വയർ കയറ്റിയിട്ടാണ് പോകുന്നത്. പ്ലംബിങ് ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കയറി പോവുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും കുറവ് ഏറ്റവും മാക്സിമം പോകുന്ന എത്രയാണ്? ഈ തടിയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചീപ്പ് കൺസ്ട്രക്ഷൻ മെത്തേഡിൽ നമുക്ക് വേണേൽ ചെയ്യാം. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ തടിയുടെ തിക്നെസ് കുറച്ച് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു വുഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മളൊരു ലോങ് ലാസ്റ്റിംഗ് ഒരു ലോങ് ലൈഫ് എയിം ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കിന് അതൊരു മിനിമം തിക്നെസ് ഒരു 5 cm 7 cm ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനതിൻ്റേതായിട്ട് ക്വാളിറ്റി ഉണ്ടാകും വുഡിന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു തിക്നെസ് കുറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഒരു 1200 തൊട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വുഡ് കൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വുഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 800 രൂപ തൊട്ട് ചെയ്യാൻ പറ്റും. ഈ വുഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരെ